ഓരോ ആഴ്ചയിലും വളരെ വ്യത്യസ്തമായ വീടുകൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്ന മാസ്റ്റർ ക്രാഫ്റ്റ് സീസൺ 2 ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയ്ക്കടുത്ത് കടമാക്കുഴി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. അതായത് ഫുൾ ഏലത്തോട്ടവും അതേപോലെ വലിയ വലിയ മരങ്ങൾക്കും ഒക്കെ നടുവിലായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു പ്ലാന്റേഷൻ റിസോർട്ടാണ്. മായപ്പൊത്ത് എന്നാണ് അതിൻ്റെ പേര്. കേൾക്കുമ്പോൾ തന്നെ എന്തൊക്കെയോ വ്യത്യസ്തതയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. സോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് എന്തൊക്കെയാണ് ഈ മായപ്പൊത്തിലെ മായാ കാഴ്ചകൾ എന്ന് കാണാൻ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലൂടെ മായപ്പൊത്തിലെ മായാ കാഴ്ചകൾ നമുക്ക് കണ്ടു നോക്കാം. മായപ്പോട്ട് എസ്റ്റേറ്റ് ബംഗ്ലാവിലേക്ക് നമ്മളെ സ്വാഗതം ചെയ്യുന്നത് ഈ പടിപ്പുരയാണ്. ഇത് നോക്കുകയാണെങ്കിൽ തന്നെ മനസ്സിലാകും ഇത് ഫുള്ളി കരിങ്കല്ലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ മുകളിൽ കുറേ ഇലച്ചെടിയൊക്കെ പടർത്തി വിട്ടിട്ടുണ്ട്. ശരിക്കും ഈ ഒരു വീടിൻ്റെ ആംബിയൻസ് ഇവിടുന്നേ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് ഇത് കാണുമ്പോൾ. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ തന്നെ ഈ വീടിൻ്റെ ഒരു ഏകദേശ വ്യൂ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ നിന്ന് മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്, അതായത് പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന വീടെന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇത് ശരിക്കും അതിനൊരു എക്സാമ്പിളാണ്. ധാരാളം മരങ്ങളുടെയും പാറക്കെട്ടുകളുടെയും ഒക്കെ നടുവിലായിട്ടാണ് ഈ ഒരു വീട് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. മായപ്പോട്ട് എന്ന പേരിന് തന്നെ പ്രത്യേകതയുണ്ട്. സോ ആ പ്രത്യേകത വീടിനുള്ളിലുണ്ടോ നമുക്ക് കണ്ടു നോക്കാം. മായപ്പൊട്ടിൽ ഒരു വിധത്തിൽ പറഞ്ഞാൽ എൻ്റെ സ്വന്തം പ്രോജക്റ്റ് ആയതുകൊണ്ട് ലിമിറ്റേഷൻസ് ഇല്ലായിരുന്നു. ലിമിറ്റേഷൻസ് ഇല്ലാത്തൊരു പ്രോജക്റ്റ് എന്നും ചലഞ്ചിങ് ആണ്. കാരണം നമുക്ക് ആ ലിമിറ്റേഷൻസിൽ നിന്ന് ഒരു ഫ്രെയിം വർക്ക് ഉണ്ടായി വരും. ആ ഫ്രെയിം വർക്കിൽ നിന്ന് അകത്തല്ലാതെ ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ട് ഒരു പുതിയൊരു ക്രിയേഷൻ ഉണ്ടാക്കിയെടുക്കുന്നത് ഈസ് വെരി ചലഞ്ചിങ്, അറ്റ് ദ സെയിം ടൈം വെരി റിവാർഡിങ്. നമ്മൾ എന്ത് മനസ്സിൽ കാണുന്നോ അത് സൃഷ്ടിക്കുന്നതിന് നമ്മുടെ ബഡ്ജറ്റ് അല്ലാതെ മറ്റൊരു കൺസ്ട്രെയിൻറ്റ് നമുക്കില്ല. അത് എങ്ങനെ ആവണം, എന്തായി തീരണം, ഇതൊക്കെ നമ്മൾ തീരുമാനിക്കുന്ന പോലെ തന്നെ ആക്കിയെടുക്കാൻ സാധിക്കും. മായപ്പൊട്ട് ബംഗ്ലോ ഞങ്ങളുടെ തോട്ടത്തിൻ്റെ ഒരു അതിമനോഹരമായ ഒരു സ്പോട്ടാണ്. അത് ആ ബംഗ്ലാവോട് വരുന്നതിന് മുമ്പ് തന്നെ ആ സ്ഥലത്തിൻ്റെ പേര് മായപ്പൊട്ട് എന്ന് തന്നെയായിരുന്നു. അതിവിചിത്രമായൊരു സ്ഥലമായിരുന്നു അത്. പടുകൂറ്റൻ പാറകളും അതിനിടയ്ക്ക് അതിലും വലിയ മരങ്ങളും എല്ലാം കൂടെ ആ പ്രദേശത്തെ ഒരു ഫീലിംഗ്, ഒരു അനുഭൂതിയായിരുന്നു. അവിടെ ഒരു വീടുണ്ടാവുക എന്നുള്ളത് എൻ്റെ ഫാദറിൻ്റെ ഒരു ഡ്രീമായിരുന്നു. അതായത് ആ പ്രകൃതിയുടെ ആ മനോഹാരിത അനുഭവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വീട്, ഒരു വാസസ്ഥലം അവിടെ ഉണ്ടാവണം. അവിടെ നിന്നായിരിക്കണം നമ്മൾ ആ തോട്ടം കാണാൻ പോകുന്നത്, അവിടെയുള്ള കാര്യങ്ങൾ നടത്തുക. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ കൂടി ആവണം എന്നായിരുന്നു എൻ്റെ ഫാദറിൻ്റെ ആവശ്യം. അങ്ങനെ ആ സൈറ്റിൽ ഞാൻ ആദ്യമായി ചെന്ന് നിൽക്കുമ്പോൾ ആ സൈറ്റ് തന്നെ എന്നോട് സംസാരിക്കുന്നതായി തോന്നി. അതിനു മുമ്പ് പലതവണയും ആ സൈറ്റിൽ ഞാൻ പോയി നിന്നിട്ടുണ്ട്, അതിൻ്റെ മനോഹാരിത ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു ആർക്കിടെക്റ്റിൻ്റെ കണ്ണിലൂടെ ഞാൻ ആ സൈറ്റിനെ ആദ്യമായി കാണുമ്പോൾ ആ സൈറ്റ് തന്നെ പറഞ്ഞു തരുന്ന പോലെ തോന്നും. അതായത് അതിനെന്താവണം, അതെന്തായി മാറണം, അതിനെ നമ്മൾ എങ്ങനെ മാറ്റം ചെയ്ത് തീർക്കണം,
ഇതെല്ലാം അതിൽ നിന്ന് തന്നെ ഉണ്ടായി വന്നതാണ്. മായാപ്പൊട്ട് എന്ന് പറയുന്ന ഈ സ്ഥലത്ത് പ്രകൃതിയുടെ പല കമ്പോണൻസ്, പല ഘടകങ്ങൾ വളരെ മനോഹരമായി ഒന്നിച്ചു ചേരുന്ന ഒരു സ്പോട്ടാണ്. ഒന്ന്, മനോഹരമായ ആ വൻമരങ്ങൾ. ഈ സൈറ്റ് ഞാൻ ആദ്യമായി കാണുമ്പോൾ പടുകൂറ്റൻ മരങ്ങൾ ഒരു 4 എണ്ണം ഈ സൈറ്റിലുണ്ട്. ഇതൊരു ലിമിറ്റേഷനാണ്, എന്നാൽ ഇതിനെ ഞങ്ങളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് കണ്ടത്. ആ മരത്തിന് വേണ്ടി ഒരു ഫ്രെയിം ഉണ്ടാക്കി, വീട് തന്നെ ഈ മരത്തിൻ്റെ ഫ്രെയിമായി മാറി. വീടിൻ്റെ പല ജനലുകളുടെയും പല വാതിലുകളുടെയും ഇറങ്ങുമ്പോൾ മരമാണ് നമുക്ക് കാണാൻ സാധിക്കുക. എല്ലായിടത്തും ഓരോ ജനലും ഓരോ വാളും ഓരോന്നും തിരിച്ചു നിർത്തിയിരിക്കുന്ന ഈ മരങ്ങളിലേക്കാണ്. രണ്ടാമത്, ഒരു പടുകൂറ്റൻ പാറ. അതിൻ്റെ ചോട്ടിൽ നിന്നാണ് ഒരു സ്പ്രിങ് ഉണ്ടായി വന്നിരിക്കുന്നത്. ആ പാറ നമുക്ക് എങ്ങനെ ഹൈലൈറ്റ് ചെയ്യാൻ സാധിക്കും? വീടിൻ്റെ 2 ഭാഗങ്ങൾ തമ്മിലുള്ള ലിങ്ക് ഈ പാറയെക്കൂടെയാണ് കൊണ്ടുപോയിരിക്കുന്നത്. സാധാരണ നമുക്ക് പാറയുടെ കിട്ടാത്ത ഒരു പെർസ്പെക്റ്റീവ് ആ പാലത്തിലൂടെ പോകുമ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. മൂന്നാമത്, ഈ സൈറ്റിലൂടെ ഒഴുകി വരുന്ന മലയരുവി. ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യാം? അതിൽ നിന്ന് മാറി നിന്നുകൊണ്ട്, അതിനെ ഒഴുകാൻ അനുവദിച്ചുകൊണ്ട്, എന്നാൽ അതിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു വീടാണ് ഞങ്ങളിവിടെ ഉണ്ടാക്കിയത്. വീട് തന്നെ ഈ സ്ട്രീമിനെ അക്കോമഡേറ്റ് ചെയ്തുള്ള ജൈജാൻറ്റിക് 2 ആർച്ച്, അതിലൂടെയാണ് ഈ സ്ട്രീം ഇപ്പോൾ ഒഴുകി വരുന്നത്. ദാറ്റ് ഫ്രെയിംസ് ദ സ്ട്രീം. സ്ട്രീമിനെ കാണാനായിട്ടുള്ള ഒരു ഫ്രെയിം ഈ ആർച്ചുകൾ നമുക്ക് തരുന്നു. സ്ട്രീമിനെ അത് അക്കോമഡേറ്റ് ചെയ്യുന്നു. ഇങ്ങനെയാണ് ഈ നേച്ചറിനെ തന്നെ അക്കോമഡേറ്റ് ചെയ്ത്, നേച്ചറിനെ തന്നെ ഫ്രെയിം ചെയ്ത്, നേച്ചറിനെ തന്നെ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു വീടാണ് മായാപ്പൊട്ട്. സാധാ വീടുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് തന്നെയാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് സാധാ വീട്ടിൽ നമ്മൾ കയറുമ്പോൾ തന്നെ ഒരു ഫോയർ സ്പേസ് ഉണ്ടാകും, അതിനെ കണക്ട് ചെയ്ത് ലിവിങ് സ്പേസ് ഉണ്ടാകും, അതിനെ കണക്ട് ചെയ്ത് ഡൈനിങ് സ്പേസ്, അങ്ങനെയാണ്. എന്നാൽ ഈ വീട്ടിൽ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് കയറി വരുമ്പോൾ തന്നെ ഒരു പാത്വേ ആണ്. ഈ പാത്തിൽ ഒരു വലിയ പാറ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ ഡിസൈൻ ചെയ്യുന്നതിന് മുമ്പ് തൊട്ടേ ഇവിടെ ഉണ്ടായിരുന്ന ഒരു പാറയാണ്. അപ്പോൾ ഇതിവിടെ അതേപോലെ തന്നെ നിലനിർത്തി അതിൻ്റെ മുകളിലേക്കാണ് ഈ ഭിത്തി പണിതിരിക്കുന്നത്. അത് തരുന്ന കംഫർട്ട്സ്, അതിനൊരു വൊക്കാബുലറി ഉണ്ട്. ആ വൊക്കാബുലറി മായാപ്പൊട്ടിലുണ്ട്. നമ്മൾ അതിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ അതിൻ്റെ ഓരോ മുറിയിലും അതിൻ്റെ ഓരോ സ്പേസിലും ആ വൊക്കാബുലറി നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ആ ജനാലകളാവട്ടെ, അതിനകത്തുള്ള ഫയർ പ്ലേസ് ആവട്ടെ, ഇതൊക്കെ കംഫർട്ട് എന്നുള്ളതിനെ അണ്ടർലൈൻ ചെയ്യുന്ന ചില സിംബോളിസമാണ്. ഈ സിംബോളിസവും കൂടെ നമ്മൾ കൊണ്ടുവന്നേ മതിയാവും. എന്നാലേ ഉള്ളൂ ആ ഫെമിലിയർ ആയിട്ടുള്ളൊരു എൻവയോൺമെൻറ്റിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ഈ പ്രകൃതിയെ നമുക്ക് അനുഭവിക്കാനാവും.
പ്ലാന്റേഷൻ റിസോർട്ടിലെ ബെഡ്റൂം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു പുതുമ ആഗ്രഹിക്കും. ശരിക്കും അത്തരത്തിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ബെഡ്റൂം തന്നെയാണ്. അതായത് ബെഡ്റൂമിനുള്ളിൽ തന്നെ വലിയൊരു പാറ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു വീട്ടിലേക്ക് കയറി വന്നപ്പോൾ തന്നെ നമ്മളൊരു പാറ കണ്ടു. അതിൻ്റെ ബാക്കി ഭാഗം ഈ ബെഡ്റൂമിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇതൊരു പ്ലാന്റേഷൻ റിസോർട്ട് ആയതുകൊണ്ട് തന്നെ ഇവിടെ വരുന്നവർ കൂടുതലും കാഴ്ച കാണാനും ഒക്കെ ആയിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് അതായത് പുറമേയുള്ള പാറക്കെട്ടുകളും മരങ്ങളും ഒക്കെ കാണാൻ പറ്റുന്ന രീതിയിൽ വലിയ ജനാലകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു റൂം നോക്കുകയാണെങ്കിൽ ഇവൻ്റെ ഇൻറ്റീരിയറിനോ അല്ലെങ്കിൽ ഈ ഒരു സീലിങ്ങിനോ ഒന്നും വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. വളരെ നോർമലായിട്ട് തന്നെയാണ് ഈ റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ ലിങ്ക്സ് വെറും കണക്ഷൻസ് അല്ല, ആ ബന്ധങ്ങളും ലിവിങ് സ്പേസസ് ആണ്. ഈ 3 പീസായിട്ടുണ്ടാക്കിയ വീട് തമ്മിലുള്ള ബന്ധങ്ങൾ ആ സ്പേസസിൽ നിന്നാലും നമുക്ക് എക്സ്റ്റീരിയറിനെ അനുഭവിക്കാൻ പറ്റും, ഈ സ്ട്രീമിനെ അനുഭവിക്കാൻ പറ്റും, അവിടെയുള്ള മരങ്ങളെ അനുഭവിക്കാൻ പറ്റും. അത് ആലോചിച്ച് ചിന്തിച്ച് അങ്ങനെ ആക്കിയേക്കുന്നതാണ്. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് 3 പീസ് ഉണ്ടാക്കി അത് കുറച്ച് കോറിഡോർസ് വെച്ച് ലിങ്ക് ചെയ്തു, അങ്ങനെയല്ല അതിനെ വിഭാവന ചെയ്തിരിക്കുന്നത്. ആ ഓരോ ലിങ്കും ഇറ്റ് ഈസ് എ സ്പേസ് ടു എക്സ്പീരിയൻസ് നേച്ചർ. വഴിയിലൂടെയാണ് ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഒരു ഗുഹയ്ക്കകത്തൂടെ നടക്കുന്നൊരു ഫീലിംഗ് എനിക്കുണ്ട്. സോ ഇത് എൻ്റെ ഇന്നെടുത്ത് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കാണാൻ കാര്യമെന്ന് വിചാരിക്കുന്നു. എന്താ നമുക്ക് കണ്ടു നോക്കാം. പ്രതീക്ഷിച്ച പോലെ തന്നെ വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ഏരിയ തന്നെയാണിത്. സോ നമ്മളൊക്കെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതാണ് നല്ല തണുപ്പുള്ള സ്ഥലത്ത് നല്ല ചൂടൊക്കെ കൊണ്ട് കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞിരിക്കാൻ. അതേ ഒരു കൺസെപ്റ്റിലാണ് ഇവിടുത്തെ ഫോമൽ ലിവിങ് സ്പേസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് സൈഡിലായിട്ട് ഒരു ചിമ്മിനി ഏരിയ ഒരുക്കിയിട്ടുണ്ട്. സോ ഇവിടെ വരുന്ന ഗസ്റ്റുകൾക്ക് രാത്രിയിലൊക്കെ തണുപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് ഇവിടെ ഇരുന്ന് സംസാരിക്കാനൊക്കെ പറ്റുന്ന ഒരു രീതിയിൽ തന്നെയാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ മുകളിൽ നിന്നിപ്പോൾ പറഞ്ഞ ആ ഒരു വെള്ളച്ചാട്ടം അത് ഇതിൻ്റെ ലെഫ്റ്റ് പോർഷനിലായിട്ടുള്ളത്. സോ അത് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ വിൻഡോസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സാധാരണയായി നമ്മളൊരു ബിൽഡിംഗ് കൺസെപ്ച്വലൈസ് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ സ്ട്രക്ചറും ആ കൺസെപ്ച്വലൈസേഷനൊപ്പം തന്നെ ഉണ്ടായി വരും. അതിൻ്റെ റൂഫ് നമ്മൾ എങ്ങനെ കൂട്ടിച്ചേർക്കും, അതിൻ്റെ മീറ്റിങ്സ് എങ്ങനെയായിരിക്കും, 2 ഭിത്തി തമ്മിൽ എങ്ങനെയാണ് ചേരുക, 2 റൂഫ് തമ്മിൽ എങ്ങനെയാണ് ചേരുക, എവിടുന്ന് എങ്ങോട്ടാണ് ഈ കെട്ടിടം തിരിഞ്ഞിരിക്കേണ്ടത്, അതെല്ലാം നമുക്ക് ഡ്രോയിങ് ബോർഡിൽ തന്നെ ആ കോൺസെപ്റ്റ് നമ്മുടെ മനസ്സിൽ ഉളവാകുമ്പോൾ തന്നെ നമുക്കുണ്ടാക്കിയെടുക്കാൻ സാധിക്കും. മായാപ്പൊട്ടിലെ വീട് സൈറ്റിൽ കുറ്റിയടിച്ചുണ്ടാക്കിയതാണ്. അതിൻ്റെ ലേ ഔട്ട് സൈറ്റിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടിയതാണ്. അതിൻ്റേതായിട്ടുള്ള ചലഞ്ചസ് വളരെ വലുതായിരുന്നു. ഒരു കേരള ട്രഡീഷണൽ റൂഫാണ് മായാപ്പൊട്ടിൻ്റേത്. ഈ കേരള ട്രഡീഷണൽ റൂഫ് ഒരു സ്ട്രിക്റ്റ് ജോമെട്രിയാണ് ഫോളോ ചെയ്യുന്നത്. ആ സ്ട്രിക്റ്റ് ജോമെട്രി അതിൽ നിന്ന് തന്നെ ഉണ്ടാവേണ്ടതാണ്. സൈറ്റിൽ നിന്ന് എടുക്കുന്ന ഒരു പ്ലാനിലേക്ക് ആ ജോമെട്രി കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല. ദാറ്റ് വാസ് ദ ഫസ്റ്റ് ചാലഞ്ച്. റൂഫിൻ്റെ ഇൻ്റർസെക്ഷൻസ്, ഈ വാൾസിൻ്റെ ഇൻ്റർസെക്ഷൻസ്, ഇതൊക്കെ സൈറ്റിൻ്റെ ഡിസ്ക്രപ്പൻസീസിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിൻ്റെ ചേർച്ചകൾ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും, അതായിരുന്നു ഒരു വലിയ ചലഞ്ച്. രണ്ടാമതുള്ളത് പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഈ കെട്ടിടം, ഇതിൻ്റെ മെറ്റീരിയൽസ് എന്താവണം.
എങ്ങനെ നമുക്കിതിനെ ഒരു നോൺ ബിൽഡിംഗ് ആക്കി മാറ്റാൻ പറ്റും. ബിൽഡിങ്ങിന് അവിടെ ഇമ്പോർട്ടൻസ് ഇല്ല, അവിടെയുള്ള പ്രകൃതിക്കാണ് ഇമ്പോർട്ടൻസ്. ആ ബിൽഡിംഗ് അവിടെ ഇല്ലാതെയാവുകയാണ് വേണ്ടത്. ഇറ്റ് ഷുഡ് നോട്ട് ബി ആൻ ഇമ്പോസിങ് പ്രസൻസ് ഇൻ ഇറ്റ് സെൽഫ്. ഇറ്റ് ഈസ് മിയർലി എ ഫ്രെയിം ഫോർ വാട്ട് ഈസ് അറൗണ്ട് ഇറ്റ്, എ ഫ്രെയിം ഫ്രം വിച്ച് ടു എക്സ്പീരിയൻസ് വാട്ട് ഈസ് അറൗണ്ട് ഇറ്റ്. അങ്ങനെ ചിന്തിച്ചപ്പോൾ അവിടെ സർവ്വസാധാരണമായിട്ടുള്ള ബിൽഡിംഗ് മെറ്റീരിയൽ ഗ്രാനൈറ്റാണ്. അവിടുത്തെ തന്നെ കല്ലുകൾ മാറ്റേണ്ടി വന്നവ നമ്മളെടുത്ത് അവയെ വെച്ചാണ് ആ ബിൽഡിംഗ് മുഴുവൻ നിർമ്മിച്ചിരിക്കുന്നത്. കഴിവതും ഈവൻ ദ റോക്സ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യാതെ അതിനെ റൂമിൻ്റെ വാൾസായിട്ടും റൂമിനകത്തെ പീസസ് ആയിട്ടും അങ്ങനെ തന്നെ എൻറ്റയർറ്റിയിൽ നിർത്തിയിട്ടുണ്ട്.